ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു ആർ സി ചേസി സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ്. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അതുപോലെ തന്നെ എത്രയാണ് ഇതിൻ്റെ റേറ്റ്, ഇപ്പോൾ എങ്ങനെയാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ, എവിടെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളിതിൻ്റെ ഒരു അൺബോക്സിങ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അൺബോക്സിങ് വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം വലിയൊരു ബോക്സ് തന്നെയാണ് നമ്മുടെ ചേസ് വന്നിട്ടുള്ളത്. ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലൊരു നീറ്റ് പാക്കിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് ഡൽഹി വഴിയാണ് വന്നിട്ടുള്ളത്. ഹോം ഡെലിവറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേപ്പർ, അതായത് ന്യൂസ് പേപ്പർ കാര്യങ്ങളൊക്കെ കാണാം. നല്ലൊരു സേഫായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ബസ് ചേസ് മാത്രമല്ല, വേറൊരു സാധനം കൂടി ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് വരുന്നത്. ഫ്ലൈ സ്കൈയുടെ റിമോട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മോഡൽ നെയിം കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ പറയാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് റിമോട്ട്. നല്ലൊരു ബബിൾ റാപ്പിലൊക്കെ ചെയ്തിട്ട് സേഫായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിമോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളെ മെയിൻ താരത്തിനെ എടുക്കാം. അപ്പോൾ നല്ല സേഫായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ചേസ്, അതായത് ആർ സി റിമോട്ട് കൺട്രോൾ ചേസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് വീല് ഊരിപ്പോയതാണ്. അത് ഇളകിപ്പോയതോ പൊട്ടിപ്പോയതൊന്നല്ല, ജസ്റ്റ് ആ ഒരു ബെയറിങ് അവിടെ ഊരി വീണതാണ്. അപ്പോൾ അത് ടയർ, ഞാൻ ആ ബോക്സിൽ തന്നെ ടയർ ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബെയറിങ് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു എന്തോ പാക്കേജിൻ്റെ സമയത്ത് ചെറിയ എന്തോ ഒരു ഇതിൽ ആ ഒരു വീല് ഊരിപ്പോയതാണ്. അപ്പോൾ അത് അവിടെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ കറങ്ങുന്നുണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു ആർ സി ചേസ് കയ്യിൽ പിടിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഒരു ക്വാളിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഈ ഒരു പുറത്ത് കൊണ്ടുവച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അൺബോക്സിങ് കണ്ട പോലെ തന്നെ ഇത് കർണാടകയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കർണാടകയിൽ നമ്മളൊരു സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇത് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മോഡലായിരുന്നു. അപ്പോൾ ഇതൊരു ഫ്രഷ് പീസല്ല, ഇത് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മോഡലായതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് പൊടിയൊക്കെ കാണുന്നുണ്ട്. ഇത് അദ്ദേഹം എന്തോ ESC ചൂടാകുന്നത് കൊണ്ട് വെച്ച CPU ഫാൻ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഈ RC സംബന്ധിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഈ CPU ഫാൻ എന്തോ ESC ഈ ഒരു ഇലക്ട്രോണിക്സ് ചൂടാകുന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല. ബേക്കിൽ അതുപോലെ തന്നെ റബ്ബർ വീൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രെയിം വന്നിട്ട് മെറ്റലല്ല, ഇത് PVC. നമ്മളെ ഒരു ചാനലില്ലേ, ഇലക്ട്രിക് വർക്കൊക്കെ ചെയ്യുന്ന ഒരു PVC ഒരു ചാനൽ വെച്ചിട്ട് ചെയ്തതാണ്. നല്ല സ്ട്രോങ് തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു പ്ലാസ്റ്റിക് ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ PVC ആണ് ഈ ഒരു ഫ്രെയിം വന്നിട്ടുള്ളത്. ഇതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ് ഈ ഒരു ഫ്രെയിം. അപ്പോൾ ബാക്കി ഇതൊക്കെ ഇന്ത്യൻ സ്കെയിലാർട്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ടയർസും കാര്യങ്ങളൊക്കെ, പിന്നെ ഇലക്ട്രോണിക്സൊക്കെ അദ്ദേഹം സെപ്പറേറ്റ് വാങ്ങിയിട്ട് സോൾഡർ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മോട്ടർ വന്നിട്ട് ഇത് നമ്മളെ ഡ്രില്ലിങ് മെഷീൻ്റെ മോട്ടറാണ്. ഡ്രില്ലിങ് മെഷീൻ്റെ മോട്ടറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല പവർ എടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ റിസീവർ ഇതാണ്. ഫ്ലൈ സ്കൈയുടെ ഈ ഒരു മോഡലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ റിമോട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ റിമോട്ട് അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു കണ്ണടയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ട്രയൽ നോക്കാൻ വേണ്ടി എടുത്തതാണ്, അതുകൊണ്ടാണ് യൂസർ എടുത്തത്. ഇത് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് എടുത്ത ആ ഒരു സെറ്റപ്പ് അല്ല. നമ്മുടേതായ ചെറിയൊരു ഡീലിൽ അങ്ങനെ ട്രയലിൽ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ബാർട്ടർ സിസ്റ്റം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്നൊരു മോഡൽ വേണമായിരുന്നു. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിനും കൊടുത്തു. അതിന് പകരം അദ്ദേഹം തന്നതാണ് ഈ ഒരു മോഡൽ.
അപ്പോൾ അത് ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തില്ല, അത് വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നത്ര. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ ഒരു RC ചേസ് എനിക്ക് വേണ്ടി അയച്ചു തന്നിട്ടുണ്ട്. അത് ഇന്നാണ് ഡെലിവറി ആയത്. അപ്പോൾ ഇതാണിതിൻ്റെ സംഭവം ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇവിടെ കുറച്ച് കൺട്രോൾസൊക്കെ കാണുന്നുണ്ട്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, ഉപയോഗിച്ച് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു വരണം അത്ര. അപ്പോൾ ഇതാണിതിൻ്റെ കൺട്രോൾസ് വരുന്നത്. പിന്നെ ത്രോട്ടിൽ, അതുപോലെ തന്നെ സ്റ്റിയറിങ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോഡൽ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസീവർ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ ഇടയ്ക്ക് ഇവിടെ ആയിട്ടൊരു ESC കൊടുത്തിട്ടുണ്ട്, ഒരു CPU ഫാൻ, അതുപോലെ തന്നെ ഗിയർ മോട്ടർ. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഊരി വെച്ചിട്ട് ഇവിടെ കണക്ഷൻ വിട്ടിട്ടാണുള്ളത്. ഞാനിപ്പോൾ സ്ക്രൂ അയച്ചതാണ്, അതുകൊണ്ടാണ് ഇത് ഫ്രീ മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സെർവോ മോട്ടറിൽ നിന്ന് ഞാൻ അവർ കണക്ഷൻ വിടിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് കൈനെക്കൊണ്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ബാറ്ററീൻ്റെ ആ ഒരു കണക്ടർ വരുന്നത്. അപ്പോൾ ഇതിന് ഇനിയിപ്പം ബാറ്ററി വാങ്ങണം. അതാണ് ബാറ്ററി ഇപ്പോൾ നമ്മളെ കയ്യിലില്ല. 12 വോൾട്ടിൻ്റെ ലിഥിയം പോളിമറോ ലിഥിയം അയണോ ഒരു റീചാർജബിൾ ബാറ്ററി ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ടൊന്ന് വാങ്ങണം. അത് വാങ്ങിയാലേ ഇത് റണ്ണിങ് വീഡിയോസ് കാണിക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ബാറ്ററി ഓർഡർ കൊടുത്തിട്ടുണ്ട്, സംഭവം കിട്ടിയില്ല. അതിനി ഒരു 2-3 ദിവസം കഴിഞ്ഞാലേ കിട്ടൂ. അതുകൊണ്ട് റണ്ണിങ് വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ വീഡിയോസ് കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു 8 ബാറ്ററി മറ്റേ നമ്മളെ നോർമലി ക്ലോക്കിലൊക്കെ ഇടുന്ന പോലത്തെ ആ ഒരു ബാറ്ററിയും, അതുപോലെ തന്നെ ഇതിൽ 12 വോൾട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററിയും സെറ്റ് ചെയ്യണം. ആ ബാറ്ററി കിട്ടിക്കഴിഞ്ഞാലേ ഇതിൻ്റെ റണ്ണിങ് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതുവരെ നമുക്ക് വെറുതെ ഇങ്ങനെ കൈനെ കൊണ്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കണക്ഷനൊക്കെ വിട്ടത്. കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ വണ്ടി മൂവ് ആവില്ല, വെറുതെ ഇങ്ങനെ ആക്കിയാലാവില്ല. RCയിലെ റിമോട്ടിലെ വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ബാറ്ററി കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ ഇതിൻ്റെ റണ്ണിങ് വീഡിയോസ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അത് കിട്ടാനൊരു 2-3 ദിവസത്തെ ലാഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നത്. അത് കിട്ടിയിട്ട് വീഡിയോ ചെയ്യാൻ നിന്നാൽ കുറച്ച് ലേറ്റായി പോവും. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലുള്ള നമ്മളൊരു സുഹൃത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ അല്ല വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെക്കാം. ആ ഒരു ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് സെറ്റാക്കിയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 7000 രൂപയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ എനിക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് ഈ ഒരു മോഡൽ, അതായത് നമ്മുടെ ഡ്രില്ലിങ് മെഷീൻ്റെ ഒക്കെ അവർ കുറച്ച് പവർ കൂടിയ മോട്ടർ തന്നെയാണ് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു നമ്മളെ ഇലക്ട്രോണിക്സ് ESC ആയാലും നമ്മളെ റിസീവർ കാര്യങ്ങളൊക്കെ ആ ഒരു ലിസ്റ്റ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അയച്ചുതരാം. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി, ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുക. അതിൽ വിളിക്കരുത്, മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അയച്ചുതരാം. റേറ്റ് 7000 ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഡെലിവറി ചാർജ് എക്സ്ട്രാ ആയിട്ട് വരും. ഡെലിവറി ചാർജ് 200 സംതിങ് ആണ്. ഡൽഹി വഴിയാണ് അദ്ദേഹം അയക്കുക. ഡൽഹി വരിയിൽ 200 സംതിങ് എന്തോ ഡെലിവറി ചാർജ്, അത് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ പവർ കുറച്ച് കുറഞ്ഞ മോട്ടറാണെന്നുണ്ടെങ്കിൽ 6000 ഒക്കെ മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് വലിയ അറിയില്ല എത്ര പവറാണെന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു സ്കീമുണ്ട്, ചാർട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ആ ഒരു പവർ ടോർക്ക് കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിപ്പോൾ നിങ്ങൾ നോക്കണ്ട, ഈ ഒരു കേസ് നോക്കുക വേണ്ട, കാരണം ഇത് അദ്ദേഹത്തിൻ്റെ യൂസിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് എനിക്ക് തന്നെയാണ്. ഇത് കുറച്ച് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ കുറേ ഉണ്ട് ഇവിടെ ആയാലും, ഈ ഒരു റൊട്ടേഷൻ സിസ്റ്റത്തിലായാലും. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫ്രഷ് പീസ് നല്ല അടിപൊളി സാധനം തന്നെയാണ് കിട്ടുക. പിന്നെ ഇതിപ്പോൾ എനിക്ക് ഇത് മതി. സെക്കൻഡ് ഹാൻഡ് തന്നെ പറയാം, യൂസ്ഡ് വണ്ടിയാണ്. അപ്പോൾ ഇതിനി എങ്ങനെയുണ്ട്, ഒരു ZS BS6 ബോഡി കെട്ടി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരുപാട് RC വർക്ക്, ഓർഡർ വർക്കൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരല്ല, ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യമുള്ളവർ താഴെ കൊടുത്ത ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതേ പേര് തന്നെയാണ്, ZB ഓട്ടോക്രാഫ്റ്റ് എന്നാണ്. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ വീഡിയോ, അതായത് ഇത് അടുത്തായിട്ട് ഇതിൻ്റെ റണ്ണിങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇടാം. അതല്ലാണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫുള്ള് BS6 ZS ബോഡി ഇതിൽ കെട്ടുന്ന ഫുൾ വീഡിയോ എന്തായാലും ഇടും. അതായത് പാർട്ടായിട്ട് ഫുൾ വീഡിയോ തന്നെ ഇടാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത് എന്തായാലും 15 സെൻറ്റിമീറ്റർ വണ്ടിയാണ്, 15-16 ആ ഒരു റേഞ്ചുള്ള വണ്ടിയാണ് ചെയ്യേണ്ടത് ഇതിനകത്ത്. അപ്പോൾ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ സൗണ്ട് വർക്കും ലൈറ്റ് വർക്കൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ എത്ര പാർട്ട് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല,
മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപാട് വീഡിയോസ് വേണ്ടി വരും ഫുള്ള് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്തായാലും ഫുൾ വർക്ക് നമ്മളെന്തായാലും ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഡെയിലി നമ്മളതിന് ഷോർട്സൊക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയാലും പോസ്റ്റ് ആയാലും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉള്ളവർ അതിലും കൂടി നമ്മളൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശരി.